നമ്മുടെ യേശു കർത്താവ് പത്രോസ് അപ്പോസലനായിട്ടില്ല ആ സമയത്ത് പത്രോസ് എന്ന ശിഷ്യനോട് യേശു കർത്താവ് ചോദ്യങ്ങൾ രണ്ടു മൂന്ന് പ്രാവശ്യം ഒരേ ചോദ്യം ചോദിക്കുകയും ഉത്തരം ആ നാവിൽ നിന്ന് തന്നെ കേൾക്കുകയും ചെയ്യുന്ന അനുഭവമാണ്. സ്തോത്രം. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. എന്താ ഇവിടെ കർത്താവ് അവരോട് ഉദ്ദേശിക്കുന്നത്? ഞാൻ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, 3 തവണ യേശു കർത്താവ് അല്ലെങ്കിൽ യേശു കർത്താവിനെ പത്രോസ് തള്ളി പറഞ്ഞതിന്റെ ആ ഒരു ഹാങ് ഓവർ അല്ലെങ്കിൽ അതിന്റെ ഒരു റിസൾട്ട് പൗലോസിനെ അധികം ഹോണ്ട് ചെയ്യാതെ ആ ഹൃദയത്തിൽ തന്നെ, ആ നാവിൽ നിന്ന് തന്നെ, ആ വാക്കുകളിലൂടെ, ആ തള്ളി പറഞ്ഞതിനെ, ആ പറഞ്ഞ വാക്കിനെ ഞാൻ സ്നേഹിക്കുന്നു പറഞ്ഞതിലൂടെ, അതിന്റെ ഒരു ആ ഒരു തള്ളി പറഞ്ഞ വാക്കിലൂടെ പത്രോസിനുണ്ടാകേണ്ട ഒരു മോശം അനുഭവത്തെ യേശു കർത്താവ് അതേ നാവിലൂടെ സ്നേഹിക്കുന്നു പറഞ്ഞ് ആ മോശം അനുഭവത്തെ എടുക്കുന്നു എന്നുള്ള ഒരു അനുഭവമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സ്തോത്രം. നമുക്ക് ഒരു തരത്തിൽ വിശ്വസിക്കാവുന്ന ഒരു കാര്യമാണത്. കാരണം 3 തള്ളി പറഞ്ഞു 3 പ്രാവശ്യം അതേ നാവ് കൊണ്ട് സ്നേഹിക്കുന്നു പറയുമ്പോൾ ആ തള്ളി പറഞ്ഞതിന്റെ അകത്തുള്ള വേദനയും അതുമൂലം പത്രോസിനുണ്ടായ മാനസിക സംഘർഷങ്ങളൊക്കെ മാറിപ്പോകുന്ന അനുഭവം യേശു കർത്താവിന്റെ അങ്ങനെ പ്രവൃത്തി അതിനെ കാണുന്നുണ്ട്. സ്തോത്രം. ഞാൻ അത് മനസ്സിലാക്കുന്നുണ്ട് കാര്യങ്ങളുണ്ട് ഒരു വാക്യത്തിലൂടെ. ദൈവത്തിന്റെ സ്വഭാവങ്ങളെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ 2 സ്വഭാവങ്ങളെ കുറിച്ച്. സ്തോത്രം. നമുക്കറിയാം, ഇവിടെ പത്രോസ് തെറ്റ് ചെയ്തു, യേശു കർത്താവിനെ തള്ളി പറഞ്ഞു. ആ സന്ദർഭം നമുക്കറിയാം. യേശു കർത്താവിനെ മഹാപുരോഹിതന്റെ കൊട്ടാരത്തിൽ വീട്ടിൽ കൊണ്ടുപോയി അവിടെ വിചാരണയ്ക്കായി വെച്ചിരിക്കുന്ന സമയത്ത്, നിർത്തിയിരിക്കുന്ന സമയത്ത് പത്രോസ് അവിടെ ചെല്ലുകയും പത്രോസിന് ഒന്നുമല്ലാത്തൊരവസരത്തിൽ സ്വന്തം പ്രാണനെ രക്ഷിക്കേണ്ട ഒരു അവസരത്തിൽ പത്രോസ് യേശു കർത്താവിനെ തള്ളി പറയുന്ന അനുഭവം നമുക്കറിയാം. ആ ഒരു വേദന ഇങ്ങനെ പത്രോസിനുള്ളിൽ കിടക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ പലപ്പോഴും നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ, നമ്മുടെ ലോകം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു തെറ്റ് ചെയ്യുമ്പോൾ ലോകം എപ്പോഴും നോക്കുന്ന തെറ്റിലേക്കാണ്. എന്തിനാ തെറ്റ് ചെയ്യുന്നവർക്ക് ലോകം ചിന്തിക്കാറില്ല. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ നമ്മുടെ റീസെന്റ് ഒരു കേസ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ടല്ലോ. ഒരു സിനിമാ നടിയൊക്കെ ഒരു കേസ് നടക്കുന്നുണ്ട്. അതിൽ ആ ഒരു സിനിമാനെ അക്യൂസ് ചെയ്തിട്ട് ഇങ്ങനെ റീസെന്റ് കോടതി വെറുതെ വിട്ടു. നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുകയുമില്ല. എക്സാമ്പിൾ മാത്രം പറയുക, ഉദാഹരണം പറയുക. അത് തെറ്റ് ചെയ്തോ ഇല്ലയോ നമുക്കറിയില്ല. അതിനെക്കുറിച്ച് നമ്മൾ പറയാൻ ആൾക്കാരുമല്ല, ഒന്നുമല്ല, വിധിക്കാറൊന്നും നമ്മൾ ആളല്ല. പക്ഷെ ഞാൻ പറഞ്ഞൊരു കാര്യം ഇതാണ്: ഒരാൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ എന്തിന് ചെയ്തു എന്നൊരു ചോദ്യം ലോകത്തിൽ ഉണ്ടാകാറില്ല. ഏതൊരു ഇപ്പം നീതിന്യായ കോടതിയും ഒരാൾ തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ തെറ്റിനെ മാത്രമേ ഫോക്കസ് ചെയ്യാറുള്ളൂ. ഒരിക്കലും എന്തിന് ചെയ്തു, എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളത് ഫോക്കസ് ചെയ്ത് അതിന്റെ പേര് ഒരു വിധി പുറപ്പെടുവിക്കാറില്ല. ഒരു തെറ്റ് ചെയ്തു, തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് തെളിയിക്കപ്പെട്ടാൽ അവിടെ ശിക്ഷയുണ്ടാകും. പക്ഷെ ദൈവത്തിന്റെ കോടതി അങ്ങനെയല്ല. ദൈവം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളല്ല. നമ്മുടെ 2 മക്കൾ, നമുക്കൊരു വീട്ടിൽ 2 മക്കളുണ്ടെന്ന് കൂട്ടിക്ക്. 2 മക്കൾ തമ്മിൽ തല്ലുകൂടിയെന്ന് കൂട്ടിക്ക്. നമ്മൾ എന്താ ചെയ്യുക? ആദ്യം നമ്മുടെ കാഴ്ചപ്പെടുന്ന തല്ല് ആർക്ക് കൊടുത്തു, ആ കൊണ്ടയാളെയല്ല, കൊടുത്തയാളെ നമ്മൾ ആദ്യമില്ലേ, നമ്മളൊന്നും നോക്കാതെ പോയി ആ സംഭവം കണ്ടതിന്റെ ഹാങ് ഓവറിൽ പോയി നമ്മൾ ആ കൊടുത്തയാളെ നീ വഴക്ക് പറയും, ചിലപ്പോൾ ഒരു അടി കൊടുക്കുന്നതായിരിക്കും. അതൊരു മനുഷ്യന്റെ സ്വഭാവത്തിന്റെ ഭാഗമാണ്. പക്ഷെ നമ്മളത് ആ ഒരു സന്ദർഭത്തെ ഒന്ന് കണ്ട ശേഷം, അതൊന്ന് വെയിറ്റ് ചെയ്ത ശേഷം, കുറച്ച് കഴിഞ്ഞിട്ട് അതിനെ ഡീൽ ചെയ്യുകയാണെങ്കിൽ, 2 ഭാഗം ചോദിച്ചറിഞ്ഞ ശേഷം ഡീൽ ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് ആ അടി കൊടുത്തയാളെ അല്ലെങ്കിൽ കൊണ്ടയാളെ, അതിൽ ആരാണ് ശരിക്കും തെറ്റുകാരനെന്ന് മനസ്സിലാക്കി ആ വിഷയം നമുക്കത് നീതിയോടെ വിധിക്കാൻ കഴിയും. ഇതാണ് ദൈവത്തിന്റെ സ്വഭാവം എന്ന് വെച്ചാൽ. ഒരിക്കലും ദൈവം ഒരു തെറ്റ് ചെയ്ത ഒരാളെ എന്തിന് ചെയ്തു എന്നുള്ള ഒരു ചിന്ത കൂടി ദൈവത്തിനുണ്ട്. ഇപ്പോൾ ഒരാളെ ദേഷ്യപ്പെടുമ്പോൾ ദേഷ്യപ്പെട്ടോ, ദേഷ്യപ്പെട്ടോ കൊടുത്തേക്കാം, അതല്ല. അങ്ങനെ ദൈവത്തിന്റെ സ്വഭാവം അങ്ങനല്ല. ദൈവം ചിന്തിക്കുന്നത് എന്തിന് ദേഷ്യപ്പെട്ടു എന്നൊരു ചിന്ത കൂടി അവിടെ ദൈവത്തിനുണ്ട്. എന്തിനു ദേഷ്യപ്പെട്ടു, അല്ലെ ഒരാൾ തെറ്റ് എന്തിനു ചെയ്തു, തെറ്റുമ്പോൾ ശിക്ഷയുണ്ടെന്നുള്ള ഉറപ്പ്, അത് വേറൊരു കാര്യം. പക്ഷെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ എന്തിനു ചെയ്യുന്നുള്ള ഒരു ചോദ്യം കൂടെ അവിടെ വരും. അധികം അതും കൂടെ കൺസിഡർ ചെയ്യും. ഇവിടെ അത് സംഭവിച്ചത്. പത്രോസ് ജീവിതത്തിൽ പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. പത്രോസ് തള്ളി പറഞ്ഞ ശേഷം പത്രോസ് മാറി നിന്ന് കരയുന്ന ഒരു സംഭവം, ഒരു സീനുണ്ട്. ഹല്ലേലൂയ. അപ്പൊ യേശു കർത്താവിന് അറിയാമായിരുന്നു എന്തുകൊണ്ട് തള്ളി പറഞ്ഞു. അവന്റെ ആ പത്രോസിന്റെ ജീവിതത്തിലുണ്ടായ സാഹചര്യങ്ങളുടെ പുറത്ത് ഹല്ലേലൂയ പത്രോസ് തള്ളി പറയേണ്ടി വന്നു. അത് മനഃപൂർവ്വം ചെയ്തതല്ല. അത് തള്ളി പറഞ്ഞത് ഒരു നെഗറ്റീവ് ആക്ട് ആണെങ്കിലും അവിടെ എന്തുകൊണ്ട് അത് ചെയ്യുമെന്നുള്ളത് ഹല്ലേലൂയ ദൈവത്തിന് അറിയാം. അവനൊരു റീസൺ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തള്ളി പറഞ്ഞു. അങ്ങനെയുള്ള നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ തെറ്റുകളെ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിന്റെ പിറകിൽ റീസൺ ഉണ്ടല്ലോ എന്ന്, അല്ലെങ്കിൽ ആ റീസണെ കൂടെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു കർത്താവ്. നോക്കി ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടോ. പത്രോസ് തെറ്റ് ശേഷം വീണ്ടും പത്രോസ് പിന്മാറ്റത്തിലേക്ക് പോവുകയാണ്. ഹല്ലേലൂയ. കാരണം ഒറ്റയ്ക്കല്ല പോകുന്നത്, ഒറ്റയ്ക്ക് പോകുന്നില്ല, കൂടെ നിന്ന് 6 പേരെയും വലിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൂടെ കൊണ്ടുപോവുക ചെയ്യുന്നത്.
അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്റെ മനസ്സിൽ എപ്പോഴും വന്ന കാര്യം ഇതാ, ഇത്രയും ചെയ്ത് തള്ളി പറഞ്ഞു. പിന്നെ പത്രോസ് ഈ കൂടെ നിൽക്കുന്നവരെ കൂടെ കൊണ്ടുപോകും. അപ്പോഴും പത്രോസിനെ തേടി വരുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹം, അതായത് പത്രോസ് എന്തുകൊണ്ട് ചെയ്തു എന്ന് മനസ്സിലാക്കിയിട്ട് പത്രോസിന്റെ പുറകെ വരുന്ന ഒരു സ്നേഹം. ഹല്ലേലൂയ. അവന്റെ ഹൃദയത്തിലെ വേദനയെ മനസ്സിലാക്കിയിട്ട് പത്രോസിന്റെ കൂടെ വന്നിട്ട് അവനെ ആശ്വസിപ്പിക്കുന്ന, അവന്റെ ഹൃദയത്തിലെ വേദനയെ എടുത്തു കളയുന്നതിന് വേണ്ടി അവനോട് മധുരതരമായ, അല്ലെങ്കിൽ അവനോട് അതിനെ തകർത്ത് കളയാൻ ശേഷിയുള്ള വാക്കുകൾ കൊണ്ട്, അല്ലെങ്കിൽ വാക്കുകൾ അവൻ്റെ ഉള്ളിലേക്ക് ഇട്ടുകൊടുത്തിട്ട് അവനെ കൊണ്ട് പറയിപ്പിച്ചിട്ട് അവനെ പുറത്തുകൊണ്ടിരുന്ന ദൈവത്തിന്റെ സ്നേഹം. ഇതാണ് നമ്മളെ കർത്താവിന്റെ സ്വഭാവം എന്ന് വെച്ചാൽ. സ്തോത്രം. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ നമ്മൾ തെറ്റ് ചെയ്താൽ നമ്മുടെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ജനറലി പറയുന്ന കാര്യമാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മൾ അങ്ങനെ ഒരു വിഷയം ചെയ്യണമെന്നില്ല. എന്നാലും ബാപ്പയുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് അങ്ങനെ സംഭവിക്കാറുണ്ടായിരിക്കാം. പക്ഷെ ദൈവം അങ്ങനെയല്ല. എല്ലാ കേസുകളും ദൈവം അങ്ങനെയല്ല. ദൈവം അതിന്റെ കാരണം നോക്കിയിട്ട് പ്രവർത്തിക്കുന്ന ദൈവമാണ്. നിങ്ങൾ എന്ത് തെറ്റ് ചെയ്യുമെന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യുന്ന കഴിയുമ്പോൾ അതിന്റെ കാരണം നോക്കി, അല്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്തു നോക്കി നമ്മളെ വിധിക്കുന്ന, നമ്മൾ ഇടപെടുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നോക്കി, ഈ പത്രോസ് അത് കഴിഞ്ഞിട്ട് ഈ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു മനോഹരമായ കാഴ്ച ഈ രണ്ടാം അധ്യായത്തിലാണ്. അതിന്റെ ശരിക്കും ഈ മാളികമുറി കൂടിയിരുന്ന 120 പേര് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് വരുമ്പം എല്ലാവരും ഒരുപോലെ ഇറങ്ങി വരും. സ്തോത്രം. അവിടെ പത്രോസിനോട് ദൈവം വേർതിരിവ് കാണിച്ചിട്ടില്ല. വിട്ടിട്ട് പോയ, തള്ളിപ്പറഞ്ഞ, വിട്ടിട്ട് പോയ ഹല്ലേലൂയ പത്രോസിനോട് ദൈവം ഒരു വേർതിരിവ് കാണിക്കുന്നില്ല. 120 പേരിൽ അവിടെ വന്നിറങ്ങുമ്പോൾ ഇത് എല്ലാവരും ഒരുപോലെ ശക്തിയോടെ വ്യാപരിക്കുന്നത്. പത്രോസിന് മേലെ കുറച്ച് കൂടുതലെന്ന് ഞാൻ പറയും. കാരണം പത്രോസാണ് പിന്നീട് പ്രസംഗിക്കുക 3000 പേരെ വിശ്വാസത്തിൽ കൊണ്ടുവരികയും ചെയ്തത്. അപ്പോ പത്രോസിന്റെ മേൽ വ്യാപരിച്ചൊരു ദൈവ സാന്നിധ്യമുണ്ട്, ദൈവശക്തിയുണ്ട്. അതായത് പത്രോസ് ദൈവത്തെ വിട്ടിട്ട് പോയി തെറ്റുകൾ ചെയ്തു. ഞാനിത് പറയുന്നത് തെറ്റുകൾ ചെയ്യാൻ ലൈസൻസ് ആയിട്ടല്ല പറയുന്നത്. നമ്മൾ തെറ്റുകൾ ചെയ്യാൻ ലൈസൻസ് തരുന്ന ഒരു സംസാരമല്ല ഇത്. പക്ഷെ നമ്മൾ ഇത് ചില സംഭവിച്ചു പോയാൽ അതിന്റെ പേരിൽ ഞാൻ എന്നെ ചിന്തിക്കുന്ന കാര്യം, പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞ ശേഷം പലതവണ ഡെവിൾ വന്ന് പത്രോസിനോട് പറഞ്ഞു കാണും, നിന്റെ കാര്യം പോക്കാം, നീ പോയി കണ്ടോ, നീ നീ അവനെ തള്ളി പറഞ്ഞല്ലേ, കൂടെ നിന്ന് ഇത്രയും നാൾ 3.5 വർഷക്കാലം നിന്റെ കൂടെ നിന്നവനെ, നിന്നെ പോറ്റിയവനെ, നിന്നെ സ്നേഹിച്ച യേശുവിനെ ഒരു തള്ളി പറഞ്ഞില്ലേ, നിന്റെ കാര്യം പോക്കാണെന്ന് പലതവണ പറഞ്ഞു കാണാം. പിശാച് ഇങ്ങനെയാ, നമ്മുടെ ജീവിതം സംഭവിച്ച നമ്മോട് പലതവണ പിശാച് നമ്മളെ അക്യൂസ് ചെയ്യും, നിന്റെ കാര്യം പോക്കാം, നിന്റെ കാര്യം ഇതിങ്ങനെയാ, നീ തീർന്നു എന്ന് പലപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് സംസാരിക്കും. അവന്റെ ഡിമോണിക് സ്ലീപ്പേഴ്സ് അതൊക്കെ നമ്മളെ തകർത്ത് കളവാണുള്ളത്. പക്ഷെ അവിടെയാണ് ദൈവത്തിന്റെ ഈ പ്രവർത്തനം നമുക്ക് കാണാൻ കഴിയുന്നത്. അത് പത്രോസ് വിട്ടിട്ട് പോയ ശേഷവും, അല്ലെങ്കിൽ പത്രോസ് തള്ളിപ്പറഞ്ഞ ശേഷവും, കൂടെ നിന്ന് കുറെ പേരെ വിളിച്ചുകൊണ്ട് പോയ ശേഷവും, മീൻ പിടിക്കാൻ പോയതിനു ശേഷവും എല്ലാം തേടി വരുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ കാണാൻ കഴിയും. എന്നിട്ടോ മാളികമുറി കൂടിയിരിക്കുമ്പോൾ ഹല്ലേലൂയ പത്രോസിനെ എവിടെ വെച്ച് നിർത്തിയോ, നമുക്കറിയാം പത്രോസ് യേശു കർത്താവിന്റെ കൂടെയുള്ള സമയത്ത് ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുള്ള ആളാണ്. ദൈവത്തിന്റെ കർത്താവിന്റെ വേല ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ എവിടെ അവന്റെ അഭിഷേകം എവിടെ വരെ ഉണ്ടായിരുന്നുവോ ഒട്ടും താണു പോകാതെ വീണ്ടും അതേ നിലവാരത്തെ മടക്കി കൊണ്ടുവന്ന ശേഷം അവിടെ നിന്ന് അത് അധികമായി പകർന്ന് അവന് പുറത്തു കൊണ്ടുവന്ന ഒരു കാഴ്ച നമ്മൾ അപ്പോസ്തലർ 2-ാം അധ്യായത്തിൽ കാണുന്നത്. സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞ ഇതാണ്, നമ്മൾ ഒരു തെറ്റ് ചെയ്ത് നമ്മൾ മാറിപ്പോയി നമ്മൾ ചിന്തിച്ചാലും നമ്മൾ പകർന്ന അഭിഷേക ദൈവത്തെ കളയുന്നില്ല. എവിടെ വെച്ചാണ് നമ്മൾ അല്ലെങ്കിൽ തെറ്റ് ചെയ്ത് ആ സമയത്ത് നമ്മൾ ഉണ്ടായിരുന്ന അഭിഷേകത്തിന്റെ അതേ അളവിൽ നിന്ന് അടുത്ത അളവിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുന്ന ദൈവം ശക്തനാണ്. നമ്മളെ ഒരിക്കലും ദൈവം നമ്മളുടെ ദൈവത്തിന്റെ ആത്മശക്തിയെ ദൈവം എടുത്ത് കളയുന്നില്ല തെറ്റിന്റെ പേരിൽ. ഞാൻ വീണ്ടും ഞാനിത് പറയുന്നത് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യാനുള്ള ലൈസൻസിന് വേണ്ടിയല്ല. ഞാൻ പറയാം, നമുക്ക് തെറ്റ് സംഭവിച്ചു പോയാൽ, അറിയാതെ സംഭവിച്ചു പോയാൽ, അല്ലെങ്കിൽ നമുക്ക് പറ്റിപ്പോയാൽ, ചിലപ്പോൾ നമ്മൾ മനുഷ്യരെ പറ്റിപ്പോകാറുണ്ട്. അതിന്റെ പേരിൽ നമ്മൾ അത് പറ്റിപ്പോയല്ലോ എന്നുള്ള ഭാരത്തോടെ ദൈവത്തിൽ നിന്ന് മാറിപ്പോകാനല്ല, മറിച്ച് ദൈവത്തിനെ ആശ്രയിപ്പാനും നമ്മളെ തേടി വരുന്ന ഒരു കർത്താവുണ്ട്. ദൈവത്തിന്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാനും ഹല്ലേലൂയ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാനും ട്രസ്റ്റ് ചെയ്യാനുമുള്ള ഒരു ആഹ്വാനമാണ് ഞാൻ അതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. 2 കാര്യങ്ങൾ പറഞ്ഞു. പത്രോസ് മാറിപ്പോയിട്ടും ദൈവം പത്രോസിനെ തേടി വരുന്നൊരു സ്നേഹം, പത്രോസിന്റെ നാവിലൂടെ ഉണ്ടായ തെറ്റുകളെ അവനിലേക്ക് വീണ്ടും അതേ നാവിലൂടെ ദൈവം ചില വാക്കുകൾ ഇട്ടുകൊടുത്തിട്ട് അതിന്റെ വേദനയെ പുറത്തെടുത്ത് കളയുന്ന ഒരു സ്നേഹം. കൂടാതെ പത്രോസ് എവിടെ അവന്റെ ഹല്ലേലൂയ തെറ്റുകൾ സമയത്ത് എവിടെ അഭിഷേകത്തിൽ, ദൈവസാന്നിധ്യത്തിൽ അല്ലെങ്കിൽ ദൈവ ആത്മശക്തിയിൽ എവിടെയായിരുന്നു അതൊട്ടും കുറയാതെ അടുത്ത ലെവലിലേക്ക് കയറ്റിക്കൊണ്ടു പോകുന്ന ദൈവത്തിന്റെ സ്നേഹം. 2 കാര്യങ്ങൾ, ദൈവത്തിന്റെ 2 സ്വഭാവങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ദിവസങ്ങളിൽ നമുക്ക് തെറ്റുകൾ സംഭവിച്ചു പോയാൽ അത് നമുക്ക് പുറകോട്ട് വലിഞ്ഞു പോകുവാനല്ല, മറിച്ച് ദൈവമേ
ആ ദൈവത്തിലേക്ക് ഒത്തിരി വീണ്ടും അടുക്കുവാനുള്ള ചില ചാരങ്ങളാക്കി മാറ്റുവാനുള്ള ഹാലലൂയ ചില ആഗ്രഹം നമ്മളിൽ ഉണ്ടാകട്ടെ. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. ഒരിക്കലും നമ്മൾ തെറ്റിയ ശേഷം പുറകിലേക്ക് പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പിശാച് അങ്ങനെ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. ദൈവം നമ്മളെ തേടി വരുന്ന ദൈവമാണ്. ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ തെറ്റിനെ മാത്രം നോക്കുന്ന ദൈവമല്ല, അത് എന്തിനു സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു കൂടി അനലൈസ് ചെയ്ത് അതിനെ അങ്ങനെ ഡീൽ ചെയ്യുന്ന ഒരു കർത്താവ് നമുക്കുള്ളത്. അങ്ങനെ സംഭവിച്ചു പോയാൽ പോലും നമ്മൾ ക്ഷമിക്കുവാനും നമ്മളെ തേടിയെത്തുവാനും നമ്മൾ എവിടെ നിന്ന് ഏത് സമയത്ത് നമ്മൾ തെറ്റ് ചെയ്തുവോ ആ സമയത്ത് നമ്മളിലുണ്ടായിരുന്ന ദൈവത്തിന്റെ ശക്തിയെ അതേ അളവിലും അതിനപ്പുറത്തേക്കും കടത്തിടുവാനും ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പക്ഷെ മടങ്ങി വരാനുള്ള ഒരു ആഹ്വാനം കൂടി ദൈവം തരുന്നുണ്ട് ദിവസങ്ങളിൽ. അങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ നമ്മൾ പുറകോട്ട് പോകുവാനല്ല, പത്രോസിന്റെ ഈ അനുഭവത്തെ മനസ്സിൽ കൊണ്ടുവരുവാനും ദൈവത്തിലേക്ക് ഒത്തിരി അടുക്കുവാനും ദൈവം ആരാണെന്നുള്ള ബോധത്തോടുകൂടി മുന്നേറുവാനത്തെ കൊണ്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. തുടർന്ന്